ഹായ് ഫ്രണ്ട്സ്, മാംഗോ പാൻ കേക്ക് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ചാറിച്ച പാലാണ്. ഇത് പാക്കറ്റിലെ പാലാണ്. ഇതിന് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഈ പാൻ കേക്കിന് യെല്ലോ കളർ മസ്റ്റാണ്. ഇതിന് സാഫ്രോൺ കളറാണ് വേണ്ടത്. യെല്ലോ കളർ മസ്റ്റാണ്. എൻ്റെ അടുത്ത് കളർ തീർന്നു പോയായിരുന്നേ, അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു കളറുണ്ട് ഇതിൽ. ഇനി ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പോലെ ഇരിക്കണേ. ഇനി ഇതിനാവശ്യത്തിലുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനേ. ഞാൻ ഈ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. ഇതിനകത്ത് ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കപ്പിന് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് ഞാൻ ലോയിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ലോയിൽ നിന്ന് അത് തേടിലേക്ക് മാറ്റുവേ. വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിനൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ ഇരിക്കണേ. ഇത് കുറഞ്ഞ തീയിലിട്ട് വേണം ഈ പാൻ കേക്ക് തയ്യാറാക്കാനേ. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതും കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കണേ. ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചേ വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ. കാരണം മൈദയും മുട്ടയല്ലേ. മൈദയും മുട്ടയായതുകൊണ്ട് ഇത് നല്ല തിന്നായിട്ടിരിക്കുകയാണ്. കാരണം മുറിഞ്ഞു പോകാൻ ഇടയുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകാൻ ഇടയുണ്ട്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇത് ഇട്ടിരിക്കുന്നത്. അതെല്ലാം ഞാൻ ഫ്രൈ പാനിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം വേണം, അത് നമുക്കറിയാമല്ലോ കാണുമ്പോൾ, നല്ല വശം വേണം മുകളിൽ വരാൻ. ഈ അകത്ത് വശത്ത് വേണം ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ഇതിന് നല്ല വിലയുണ്ട്. അപ്പോൾ ഈ മാങ്ങ കട്ട് ചെയ്തത് ഇതും കൂടെ വെച്ച് കൊടുക്കുവാണേ. ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ അകത്തോട്ട് മടക്കണേ. ഇങ്ങനെ മടക്കി കൊടുക്കണേ. മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കണേ. ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കണം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് വേണം ഇത് മടക്കിയെടുക്കാൻ കേട്ടോ. മാംഗോയും വിപ്പിംഗ് ക്രീം കുറച്ച് മാത്രമേ വെച്ച് കൊടുക്കൂ, അല്ലെങ്കിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ ഇത് പുറത്ത് വരും. ഇങ്ങനെ റോൾ ചെയ്തെടുക്കണേ. മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഒരെണ്ണം ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.